സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33-ാം ദിവസത്തിലേക്ക്. രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശമാർ. വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ആശാ വർക്കർമാരുടെ സമരം ഒരു മാസം 33 ദിവസത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ ആശാ വർക്കർമാരുടെ സമരം വലിയ രീതിയിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇന്ന് 33-ാം ദിവസമാണ് ആശാ വർക്കർമാരുടെ പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ആശാ വർക്കർമാർ പ്രതിഷേധിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷം വലിയ ഒരു ആയുധമാക്കി ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ തയ്യാറായിരുന്നു. പലതവണ ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആശാ വർക്കർമാരുടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഒരു സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആശാ വർക്കർമാർ. തിങ്കളാഴ്ച മുതൽ തന്നെ വലിയ ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ്. സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെ ആശാ വർക്കർമാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഈ പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം തുടരുന്ന സാഹചര്യത്തിലാണെങ്കിൽ അത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കും. സർക്കാരിന് എതിരെ പ്രതികരിക്കാനായി ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായി ആശാ വർക്കർമാർക്കൊപ്പം നിലനിൽക്കും. സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിനടക്കം ഒന്നിച്ചു നിൽക്കുമെന്നുള്ള ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാരുടെ ആശങ്ക പരിഹരിക്കാനായി അനുനയ നീക്കത്തോടെ ഒരു ചർച്ച നടത്തണമെന്നും പ്രത്യേകിച്ചും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തണമെന്നും LDF-ലെ ഘടകകക്ഷികൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷവുമായി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിലും ആശാ വർക്കർമാർ അവരുടേതായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി തുടർന്ന് തന്നെ നിലനിൽക്കും. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വിഷ്ണു, ഒരു മാസം പിന്നിടുമ്പോഴും പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രതീക്ഷയുടെ പൊങ്കാലയടക്കം ആശാ പ്രവർത്തകർമാർ ഇട്ടിരുന്നല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, അതായത് പൊങ്കാല പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയുള്ള സമരത്തിന് ഇപ്പോൾ നിലനിൽക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിനൊപ്പം നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ആശമാർ പങ്കെടുക്കുമെന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇനി വരാൻ സെക്രട്ടേറിയറ്റ് വളയിലടക്കമുള്ള സമര പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ ആശാ വർക്കർമാർ എത്തും എന്നുള്ള കാര്യം വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഏതായാലും കാര്യം സാധിച്ചെടുക്കുന്നതുവരെ അവരുടെ അത്യാവശ്യം അവരുടെ ഓണർ അതോടൊപ്പം തന്നെ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിക്കുന്നത്. ഏതായാലും ആശാ വർക്കർമാർക്കൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ ആശാ വർക്കർമാർ കൂടുതൽ ഇവിടേക്ക് എത്തും. പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് ആശാ വർക്കർമാരുടെ ആ ഒരു കൂട്ടായ്മ അറിയിച്ചിട്ടുള്ളത്. ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.